ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. കന്നിമാസം മുതൽ പണം കുന്നുകൂടും. ഈ നക്ഷത്രക്കാരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ തലവര തെളിഞ്ഞു കഴിഞ്ഞു. സമ്പത്തിൽ ഇനി മുങ്ങിക്കുളിക്കുവാനുള്ള ദിവസങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത്. 2024 സെപ്റ്റംബർ 17 ചൊവ്വ കൊല്ലവർഷം 1200 കന്നിമാസം തുടങ്ങുന്നു. ഒക്ടോബർ 16 ഇത് അവസാനിക്കുകയും ചെയ്യും. 30 തീയതികൾ കന്നിമാസത്തിനുണ്ട്. സൂര്യസംക്രമം അഥവാ സൂര്യൻ കന്നിരാശിയിൽ പ്രവേശിക്കുന്നത് സെപ്റ്റംബർ 16 തിങ്കളാഴ്ച വൈകിട്ട് 7:42 കന്നിമാസത്തിൽ ഉത്രം, അത്തം, ചിത്തിര എന്നീ ഞാറ്റുവേലകൾ ഭവിക്കുന്നു. കന്നി 1, 2 തീയതികളിൽ വെളുത്ത വാവ് വന്നെത്തും. കന്നിമാസം 16 കറുത്ത വാവ് വരുന്നത്. പിറ്റേന്ന് മുതൽ ആശ്വിന മാസവും ശരത് ഋതുവും ആരംഭിക്കുന്നു. നവഗ്രഹങ്ങളുടെ കന്നിമാസത്തിലെ സഞ്ചാരം നോക്കാം. ശനി കുംഭം രാശിയിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. കന്നി 17 ശനി പൂരുരുട്ടാതിയിൽ നിന്നും ചതയത്തിലേക്ക് പ്രവേശിക്കും. വ്യാഴം ഇടവം രാശിയിൽ മകയിരം നക്ഷത്രത്തിൽ തുടരുകയാണ്. രാഹുവും മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും കേതു കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലുമായി സഞ്ചരിക്കുന്നു. കുജൻ മിഥുനം രാശിയിൽ തിരുവാതിര, പുണർതം എന്നീ നക്ഷത്രങ്ങളിലൂടെ നീങ്ങുന്നു. ശുക്രൻ മാസാദ്യം നീചരാശിയായ കന്നിയിലാണ്. കന്നി 2 തുലാം രാശിയിൽ പ്രവേശിക്കും. 27 വൃശ്ചികത്തിലേക്കും സംക്രമിക്കുന്നതാണ്. കന്നിമാസത്തിൽ ശുക്രനും ബുധനും 3 രാശികളിൽ സഞ്ചരിക്കുന്നുണ്ട്. ബുധൻ കന്നിമാസം 7 തീയതി വരെ ചിങ്ങത്തിലും തുടർന്ന് കന്നിയിലും സഞ്ചരിക്കുന്നു. കന്നി രാശി ബുധന്റെ ഉച്ച രാശിയാണ്. കന്നി 24 ബുധൻ തുലാം രാശിയിലേക്ക് സംക്രമിക്കും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ കന്നിമാസത്തിലെ നക്ഷത്രഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാരുടെ ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രവൃത്തികളിൽ വളരെയധികം വിജയം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തടസ്സം വരാനുള്ള സാഹചര്യം മുൻകൂട്ടി അറിയുവാനും ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിയോ കരാർ പണികളിലോ അധിക ചുമതലകളോ മറ്റും ലഭിക്കുവാൻ ഇടയുണ്ട്. കണക്ക് കൂട്ടിയതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീങ്ങുന്നതിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നതാണ്. സ്വാധീന ശക്തി നിങ്ങളുടെ വാക്കുകളിൽ നിറയും. സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന ആളുകൾക്ക് കാര്യസിദ്ധി ഭവിക്കുന്നതാണ്. ധനവരവ് 4 വഴികളിൽ നിന്നും വന്നു ചേരും. നിക്ഷേപങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ കാലയളവിൽ നിക്ഷേപങ്ങൾ നടത്തുവാൻ കഴിയും. ഇതിൽ നിന്നും വളരെയധികം ധനനേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ വളരെയധികം സന്തോഷകരവും തൃപ്തികരവുമായി മാറുന്നതാണ്. ഉല്ലാസവേളകൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുവാനുമുള്ള അവസരങ്ങൾ സിദ്ധിക്കുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഗ്രഹാനുകൂല്യം വേണ്ടുവോളം ഉള്ള സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. അതിനാൽ ആസൂത്രണ മികവോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളുടെ ലക്ഷ്യം കാണുന്നതാണ്. സാമ്പത്തിക ഭദ്രത വളരെയധികം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രന് നീചസ്ഥിതി മാറി സ്വക്ഷേത്രബലം കൈവരുന്നതിനാൽ തടസ്സങ്ങളെല്ലാം അകലുന്ന ഒരു സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. ആയതിനാൽ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. കലാകാരന്മാർക്ക് സ്വീകാര്യത, അംഗീകാരം എന്നിവയെല്ലാം ലഭിക്കുന്നതാണ്. സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ വളരെ കാലമായുള്ള അഭിലാഷം സാക്ഷാത്കരിക്കപ്പെടുന്നതാണ്. നിലവിലെ കർമ്മരംഗത്തിൽ പോരായ്മകളെല്ലാം പരിഹരിക്കുവാനും ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് നീങ്ങുവാനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ബിസിനസ് യാത്രകൾ വളരെയധികം പ്രയോജനകരമായി തീരും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് നിങ്ങളുടെ മിടുക്ക് കാട്ടുവാനുള്ള അവസരങ്ങൾ വന്നെത്തുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. മേട രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം.
ഇടവക്കൂറുകാർക്ക് സമ്മിശ്രമായ ഫലങ്ങളും വന്നുചേരും. നിങ്ങളുടെ നക്ഷത്രനാഥനായ സൂര്യന് കേതു യോഗം വരികയാൽ ആത്മശോഭയ്ക്ക് അല്പം മങ്ങലേൽക്കുന്നതാണ്. വിചാരിച്ച കാര്യങ്ങളെല്ലാം തുടങ്ങുവാൻ വളരെയധികം ക്ലേശിക്കേണ്ടി വരും. തുടങ്ങിയ സംരംഭങ്ങളാകട്ടെ മന്ദഗതിയിലാകുന്നതുമാണ്. മറ്റുള്ളവർ വിശ്വസിക്കും വിധം വാക്കുകൾ പറയുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സഹോദരങ്ങളുടെ ആനുകൂല്യം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. പ്രണയിക്കുന്ന ആളുകൾക്ക് ആശാവഹമായ അവസരങ്ങൾ വന്നെത്തുന്നതാണ്. നിങ്ങളുടെ കൂട്ടുകച്ചവടം വളരെയധികം ഫലവത്തായിത്തീരും. പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ലഭിക്കുവാൻ ഇടവരുന്ന ഒരു സമയം കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക്. മേട രാശിക്കാർക്ക് ഭൂമിയിൽ നിന്നും ആദായം വളരെയധികം വർദ്ധിക്കും. ഇടവ രാശിക്കാർക്ക് വസ്തു വാങ്ങുവാൻ അനുകൂലമായ കാലമല്ല വന്നെത്തിയിരിക്കുന്നത്. സർക്കാർ ജോലിയിലോ മറ്റ് കമ്പനികളിലോ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുവാനുള്ള ശ്രമം വീണ്ടും തുടരേണ്ടതായി വരുന്ന ഒരു സമയം കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിലോ അനുബന്ധ സ്ഥാപനത്തിലോ ജോലി കിട്ടുവാൻ ഇടയുണ്ട്. ഈ സമയം നിങ്ങളുടെ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുവാൻ കഴിയും. വിശ്വാസയോഗ്യമല്ലെന്ന് തോന്നുന്ന കരാറുകൾ ഉപേക്ഷിക്കുന്നതാണ് ഉത്തമം. കൈവിട്ടു പോയേക്കും എന്ന് കരുതിയ വസ്തുവകകൾ, പണം എന്നിവയെല്ലാം തിരിച്ചു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ഗവേഷകർക്ക് പ്രബന്ധരചന പൂർത്തിയാക്കുവാനും അവ സമർപ്പിക്കുവാനും സാധിക്കുന്നതാണ്. തൊഴിലിൽ വളരെയധികം സഹായകരമായ കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ ബന്ധുവിന് സാമ്പത്തിക സഹായം ചെയ്യുവാനായി സ്വർണം പണയം വയ്ക്കുവാനുള്ള ഒരു അവസ്ഥ സംജാതമാകുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് അത്ര നല്ല കാലമല്ല വന്നെത്തിയിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളുടെ സുഗമമായ നടത്തിപ്പിനായി വിട്ടുവീഴ്ച അനിവാര്യമായി വരുന്ന ഒരു സമയം കൂടിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. വിദേശത്ത് വളരെ കാലമായി കഴിയുന്ന ആളുകൾക്ക് നിങ്ങളുടെ പൗരത്വ അപേക്ഷയ്ക്ക് അനുമതി ലഭിക്കുന്ന ഒരു സൗഭാഗ്യം കൂടി വന്നുചേരും. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. മകയിരം നക്ഷത്രക്കാരായ ആളുകൾക്ക് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ ശ്രമിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് വന്നെത്തിയിരിക്കുന്നത്. പുതിയ പ്രസ്ഥാനങ്ങൾ തുടങ്ങുവാൻ കാലം അനുകൂലമായി നന്നല്ല. കരാർ ജോലി പോലുള്ളവയിൽ നിന്നും വളരെയധികം ധനവരവ് പ്രതീക്ഷിക്കാം. എന്നാൽ ചെലവ് വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങുവാൻ ഇടയുണ്ട്. ഭൗതിക കാര്യങ്ങളിൽ വളരെയധികം മുന്നേറ്റമുണ്ടാകും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും സമൂഹത്തിൻ്റെ ആദരവും അംഗീകാരവും ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. കുട്ടികളുടെ ഉപരി വിദ്യാഭ്യാസത്തിനായി ഉചിതമായ തീരുമാനം കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഗൃഹത്തിലെ സമാധാനക്കുറവ് പരിഹരിക്കുവാൻ വളരെയധികം പരിശ്രമിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് മകയിരം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അന്യദേശത്തുള്ള ആളുകൾക്ക് നിങ്ങളുടെ മക്കളോടൊപ്പം താമസിക്കാനുള്ള തീരുമാനം എടുക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് കന്നി മാസത്തിൽ വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്രക്കാർ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നും ഉടൻ ഫലം ലഭിക്കില്ല. സർക്കാർ കരാറുകളിൽ ഏർപ്പെട്ടുള്ള ആളുകൾക്ക് കുടിശ്ശിക കിട്ടുവാൻ വളരെയധികം വൈകുന്നതാണ്. നിങ്ങളുടെ ക്ഷമ ഈ സമയത്ത് പരീക്ഷിക്കപ്പെടും. ഉത്സാഹവും ഉന്മേഷവും വളരെയധികം കുറയുന്ന ഒരു സമയം കൂടിയാണ്. കുടുംബത്തിൻ്റെ മാനസിക പിന്തുണ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വന്നുചേരും. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധ കാണിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ കടബാധ്യതകൾ വളരെയധികം നിങ്ങളെ ശല്യപ്പെടുത്തും. കടം വാങ്ങി കടം വീട്ടുന്ന പ്രവണതയിൽ നിന്നും പിൻവാങ്ങുന്നതാണ് ഉചിതം. ശുക്രന്റെ പഞ്ചമസ്ഥിതിയിൽ കലാകാരന്മാർ കൂടുതൽ ഭാവനാശാലികളാകും. നല്ല നല്ല അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. ചെറുകിട സംരംഭങ്ങൾ വളരെയധികം ഗുണവത്താകും. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം അവസരങ്ങൾ കൈവരുന്നതാണ്. ഓൺലൈൻ ബിസിനസ്സിൽ നിന്നും മികച്ച ലാഭവും ധനനേട്ടവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. പുണർദം നക്ഷത്രക്കാരായ ആളുകൾ ഉയർന്ന ലക്ഷ്യബോധമുണ്ടാകും. ആദർശങ്ങളിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉറച്ചു നിൽക്കുവാനും സാധിക്കും.
നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് വ്യക്തമായ നിർദ്ദേശം നൽകുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. പ്രായോഗികമായും ഭാഗികമായും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. സ്വതന്ത്രമായ നിലപാടുകളിൽ സംഘടനകളിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഓൺലൈൻ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ധനനേട്ടം വന്നെത്തും. ഊഹക്കച്ചവടത്തിൽ വളരെയധികം ശ്രദ്ധാപൂർവം കരുക്കൾ നീക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ സാമ്പത്തികമായ നഷ്ടം വരുവാൻ ഇടയുണ്ട്. പുതിയ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് അല്പം കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. ബന്ധുക്കളുടെ പിന്തുണ നിർലോഭം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഔദ്യോഗികമായ നിങ്ങളുടെ യാത്രകൾ വളരെയധികം വർദ്ധിക്കും. സാഹിത്യകാരന്മാർക്ക് അംഗീകാരം തേടിവരും. ദൈവിക സമർപ്പണങ്ങളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയാക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യകാര്യത്തിൽ അല്പം ജാഗ്രത വേണ്ടിവരുന്ന ഒരു സമയം കൂടിയാണ് പുണർതം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. ചൊവ്വ ഒഴികെ മുഖ്യ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ ഫലത്തിലാണ്. ആദിത്യന്റെ 3-ലെ സഞ്ചാരം ശക്തി വർദ്ധിപ്പിക്കുകയും വിജയം കൈവരിക്കുവാനും സഹായിക്കും. സ്വാശ്രയ വ്യാപാരം നിങ്ങളുടെ വളരെയധികം മെച്ചപ്പെടുന്നതാണ്. കൈ വായ്പകൾ കൊടുത്തു തീർക്കുവാൻ സാധിക്കും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട എല്ലാവിധ അനുമതികളും നിങ്ങളെ തേടിയെത്തും. ലാഭസ്ഥാനത്തിലെ വ്യാഴം സാമ്പത്തികമായ വളരെയധികം മെച്ചമാണ് പൂയം നക്ഷത്രക്കാർക്ക് സമ്മാനിക്കുവാൻ പോകുന്നത്. എല്ലാ രീതിയിലും കാര്യവിജയം നിങ്ങൾക്കുണ്ടാകും. ഭോഗസുഖത്തോടൊപ്പം ആത്മീയമായ ഉണർവും വന്നു ചേരുന്നതാണ്. ഗാർഹിക രംഗത്ത് വളരെയധികം സമാധാനപരമായ അന്തരീക്ഷം നിറയും. പുതിയ വാഹനം വാങ്ങുവാനുള്ള നിങ്ങളുടെ ശ്രമം ലക്ഷ്യം കാണുന്നതാണ്. അതുപോലെ തന്നെ വീട് മൂടി പിടിപ്പിക്കുവാനുള്ള സാധ്യതയും വന്നെത്തും. ചൊവ്വ 12-ലാകിയാൽ ഇടയ്ക്ക് ഗുണകരമല്ലാത്ത യാത്രയും ഉണ്ടാകുന്നതാണ്. പാദരോഗം വരുവാൻ ഇടയുണ്ട്. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കുന്നത് വളരെയധികം ഗുണകരമായി തീരുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആദിത്യൻ, വ്യാഴം എന്നിവ അനുകൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ ആത്മവിശ്വാസമുണ്ടാകും. പ്രവർത്തന മേഖലയിൽ വളരെയധികം സമയം മുഴുകുവാൻ സാധിക്കുന്നതാണ്. സർക്കാർ കാര്യങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന എല്ലാവിധ കാലതാമസവും മാറും. പ്രമുഖരായിട്ടുള്ള ആളുകൾ എല്ലാ രീതിയിലും നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു സമയം കൂടിയാണ്. ന്യായമായ മാർഗങ്ങളിലൂടെ വളരെയധികം ധനനേട്ടം ഉണ്ടാകുന്നതാണ്. ഭൗതികമായ കാര്യങ്ങളിൽ എല്ലാ രീതിയിലും മെച്ചമുണ്ടാകും. തൊഴിലിൽ മുന്നേറുവാനും വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യബോധത്തോടെ പഠനത്തിൽ ഏർപ്പെടുവാനും കഴിയുന്നതാണ്. സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശപ്രകാരം പണ നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കും. ചൊവ്വ വ്യയഭാവത്തിൽ സഞ്ചരിക്കുകയാൽ ദുർവ്യയം, വ്യവഹാര പ്രേരണ, സഹോദര കലഹം എന്നിവ സാധ്യതകളാണ്. നിങ്ങളുടെ വസ്തുവകകളുടെ രേഖകൾ മോഷണം പോകുവാനോ നഷ്ടപ്പെട്ടു പോകുവാനോ ഇടയുണ്ട്. ഈ കാരണത്താൽ അവയെല്ലാം ഭദ്രമായി സൂക്ഷിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. ഗ്രഹങ്ങൾ അനുകൂല പ്രതികൂല ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുകയാൽ അനുഭവങ്ങളും സമ്മിശ്രമായി ഭവിക്കുന്നതാണ്. അധ്വാന ഭാരം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഔദ്യോഗിക തലത്തിൽ ദുർഘട ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത പുലർത്തുവാൻ സാധിക്കും. സാങ്കേതിക വിഷയങ്ങളിൽ മികവ് നേടുവാനും കഴിയുന്നതാണ്. സ്ത്രീകളുടെ പിന്തുണ വളരെയധികം ശക്തിയാകും. കുടുംബപരമായി സാമാന്യ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മക്കളുടെ ആവശ്യപ്രകാരം വിനോദ യാത്ര നടത്തും. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം വളരെയധികം ആവശ്യമാണ്. ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുൻകൈ എടുക്കുവാനുള്ള ഒരു അവസരം വന്നെത്തും. നിലവിലെ വ്യാപാരത്തിൽ മടുപ്പ് തോന്നുവാനിടയുണ്ട്. ഭൂമി ക്രയവിക്രയം മൂലം വളരെയധികം ധനലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് മകം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ ശുക്രന് നീചസ്ഥിതിയിൽ നിന്നും മാറ്റം വരുന്നത് അനുകൂലമായ ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇൻഷുറൻസ് ചിട്ടികൾ, ലോട്ടറി, അതുപോലെ നറുക്കെടുപ്പുകൾ ഇവയിലൂടെ വളരെയധികം ധനനേട്ടം വരുവാനിടയുണ്ട്. കലാപരമായി വളരെയധികം അവസരങ്ങൾ നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ്. ഉത്തരവാദിത്തങ്ങൾ വളരെയധികം വന്നെത്തുവാൻ ഇടയുള്ളത് മൂലം ആലോചിക്കാതെ ഒരു രീതിയിലുമുള്ള തീരുമാനങ്ങൾ എടുക്കരുത്.
വിദ്യാഭ്യാസപരമായി വളരെയധികം ശോഭിക്കുവാൻ സാധിക്കുന്നതാണ്. വാക് സ്ഥാനത്ത് ആദിത്യനും കേതുവും സഞ്ചരിക്കുകയാൽ പരുഷമായ വാക്കുകൾ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ സംജാതമാകും. തന്മൂലം നിങ്ങളുടെ മാനസിക ക്ലേശങ്ങൾക്ക് ഉദയം ചെയ്യുന്നതുമാണ്. ബിസിനസ് വിപുലീകരണത്തിന് അനുയോജ്യമായ സാഹചര്യമല്ല. നിലവിലെ നിങ്ങളുടെ തൊഴിൽ ഉപേക്ഷിച്ച് മറ്റ് ജോലി നോക്കുന്നത് ഒരു രീതിയിലും ഗുണകരമാകുന്ന ഒരു സമയമല്ല. ആരോഗ്യകാര്യത്തിൽ നിങ്ങളുടെ ആരോഗ്യനില സമ്മിശ്രമായി ഭവിക്കുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രക്കാരായ ആളുകൾക്ക് ഉന്മേഷകരമായ അനുഭവങ്ങൾ വന്നെത്തും. നിങ്ങളുടെ എല്ലാവിധ കാര്യ തടസ്സങ്ങളും നീങ്ങി വളരെയധികം ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാൻ കഴിയും. സ്വതസിദ്ധമായ കർമ്മകുശലതയും ബുദ്ധിസാമർഥ്യവും നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം തുണയ്ക്കുന്നതാണ്. കുറുക്കു വഴികളെല്ലാം ഉപേക്ഷിച്ച് രാജവഴികളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കുന്നതിനാൽ ഔദ്യോഗികമായ രംഗത്ത് നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയ സുഹൃത്തുക്കളുടെ ഉപദേശം ലഭിക്കും. കുടുംബജീവിതത്തിലെ പൊരുത്തക്കേടുകൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം വന്നെത്തുന്നതാണ്. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാൻ സാധിക്കുന്നതാണ്. ഓൺലൈൻ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള സമയം വന്നെത്തും. വിദേശത്ത് പോകുവാൻ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ട ഒരു സമയമാണ്. ഗൃഹത്തിൽ പൂജകളോ മംഗളകർമ്മങ്ങളോ നടത്തുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. രാത്രിയിൽ ഉള്ള യാത്ര, അതുപോലെ വാഹനത്തിൽ ഉള്ള യാത്രയെല്ലാം വളരെയധികം ജാഗ്രത നേരിടേണ്ടി വരുന്ന ഒരു സമയമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. അത്തം നക്ഷത്രക്കാരുടെ ജന്മരാശിയിലും ജന്മനക്ഷത്രത്തിലും ആദിത്യൻ ജന്മനക്ഷത്രത്തിൽ കേതു എന്നിങ്ങനെയുള്ള ഗ്രഹസഞ്ചാരത്താൽ അലച്ചിൽ, കാര്യതടസ്സം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ മുൻ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ വളരെയധികം ക്ലേശിക്കേണ്ടി വരും. നിങ്ങളുടെ പ്രധാന കാര്യങ്ങളെല്ലാം അവസാന നിമിഷത്തിലാകും പ്രവൃത്തി പദത്തിലെത്തുക. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. ലഘു പ്രയത്നത്താൽ നേടിയിരുന്ന കാര്യങ്ങളെല്ലാം ആവർത്തിത ശ്രമങ്ങളിലൂടെയാകും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഇനി കഴിയുന്നത്. വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ അനുകൂലത്താൽ സാമ്പത്തിക കാര്യങ്ങളെല്ലാം വളരെയധികം ഭംഗിയായി ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നെത്തും. പ്രണയിക്കുന്ന ആളുകൾക്ക് പരസ്പരമുള്ള ഹൃദയദാർഢ്യം വർദ്ധിക്കും. സുഹൃത്ത് ബന്ധവും വളരെയധികം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിശ്ചയിച്ച വിധം തന്നെ നടന്നു കിട്ടും. മകൻ അല്ലെങ്കിൽ മകളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നതാണ്. ഗാർഹിക ജീവിതത്തിൽ വളരെയധികം സമാധാനവും സന്തോഷവും വന്നെത്തും. സാമ്പത്തിക ക്ലേശങ്ങൾ മാസാദ്യം അനുഭവപ്പെടുന്നതാണ്. ക്രമേണ എല്ലാം മാറിക്കിട്ടും. വിദേശ സർവകലാശാലകളിൽ പഠിക്കുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. കച്ചവട സ്ഥാപനത്തിൽ പുതിയ ശാഖ തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് മനപ്രയാസത്തിന് അല്പം ഇടയുണ്ട്. വ്യവഹാരങ്ങൾക്ക് തീരെ അനുകൂലമല്ലാത്ത ഒരു സമയമാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. കലാകാരന്മാരായ ആളുകൾക്ക് പാരിതോഷികങ്ങൾ ലഭിക്കും. കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. വാഹനം, യന്ത്രം, ആയുധം, അഗ്നി ഇവ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം കൂടിയാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ചോതി നക്ഷത്രക്കാർക്ക് 12-ൽ ആദിത്യനും ശിഖിയും അഷ്ടമത്തിൽ വ്യാഴവും സഞ്ചരിക്കുകയാൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വളരെയധികം തടസ്സങ്ങൾ വന്നെത്തും. നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളെല്ലാം പിന്നീട് ഒരു സമയത്തേക്ക് മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയുണ്ടാകും. പൊതുപ്രവർത്തകർക്ക് നിങ്ങളുടെ അണികളുടെ പിന്തുണ കുറയും. സജ്ജനങ്ങളുടെ മറുചേരിയിൽ നിലയുറപ്പിക്കേണ്ട ഒരു ദുസ്ഥിതി വന്നെത്തുന്നതാണ്. ചെലവും വരവും ഒരു രീതിയിലും പൊരുത്തപ്പെടില്ല. ജന്മരാശിയിൽ ശുക്രൻ സഞ്ചരിക്കുകയാൽ ഭോഗസുഖം ഭവിക്കുന്നതാണ്. സ്നേഹവിരുന്നുകളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. പ്രണയകാര്യത്തിൽ വളരെയധികം പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. അന്യദേശ യാത്രകൾക്ക് അവസരങ്ങൾ വന്നെത്തുന്നതാണ്. വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉദിച്ചാൽ യാതൊരു രീതിയിലും അത്ഭുതപ്പെടുവാനില്ല.
പുതുമയോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ കൂടി ചോതി നക്ഷത്രക്കാർക്ക് വന്നെത്തുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖം നക്ഷത്രക്കാരായ ആളുകൾക്ക് തൊഴിലിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നെത്തും. നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏത് ഉത്തരവാദിത്വവും ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സഹപ്രവർത്തകരോട് ചോദിച്ച കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുവാനുള്ള ആർജവും ഉണ്ടാകും. ഒരേ സമയം തന്നെ പല കാര്യങ്ങൾ പഠിക്കുവാനുള്ള താല്പര്യം വർദ്ധിക്കും. ഔദ്യോഗികമായ നിങ്ങളുടെ യാത്രകളെല്ലാം ഫലവത്താകുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുവാനും സാധിക്കും. പ്രണയം നിങ്ങളുടെ തടസ്സങ്ങളെയെല്ലാം അതിജീവിക്കുന്നതാണ്. വൃശ്ചിക രാശിക്കാർക്ക് വിവാഹ കാര്യത്തിൽ നല്ലൊരു തീരുമാനം ഭവിക്കും. കൂടുതൽ വരുമാനത്തിനായി വീണ്ടും ഒരു തൊഴിൽ സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുന്നതാണ്. ഗൃഹനിർമ്മാണം ധനക്ലേശത്താൽ പകുതിയിൽ നിൽക്കുവാനിടയുണ്ട്. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളെല്ലാം ചെവിക്കൊള്ളുന്നത് വളരെയധികം ഗുണകരമായി തീരുന്നതാണ് വിശാഖം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. ഗൃഹ ആനുകൂല്യം മാനസികമായ ശക്തിയും ഭൗതികമായ നേട്ടങ്ങൾക്കും കാരണമാകും. ഔദ്യോഗിക തലത്തിൽ സ്ഥാനലബ്ധി ഉണ്ടാകും. അന്യനാട്ടിൽ കഴിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് സ്ഥലം മാറ്റം മൂലം ഒരിടത്ത് ജോലി ചെയ്യുവാൻ കഴിയുന്നതാണ്. സംഘടനയുടെ നേതൃത്വ പദവി നിങ്ങൾക്ക് വന്നെത്തും. പിതാവിന് ഗുണകരമായ ഒരു കാലമാണ്. പിതാവിൻ്റെ എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചികിത്സാ മാറ്റം മൂലം ഗുണകരമായി തീരുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കും. ഏജൻസി ഏർപ്പാടുകളെല്ലാം വളരെയധികം ലാഭകരമായി തുടരുന്നതാണ്. പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിയുവാനും ബുദ്ധി കൗശലത്താൽ ഇവയെല്ലാം മറികടക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചൊവ്വ അഷ്ടമത്തിലുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും കരുതൽ വേണ്ടിവരും. റിയൽ എസ്റ്റേറ്റ് വ്യാപാരം വളരെയധികം നഷ്ടത്തിലേക്ക് കുതിക്കുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആദിത്യനും കേതുവും ശുക്രനും 11-ൽ സഞ്ചരിക്കുകയാൽ മാസാദ്യം തന്നെ പലതരം അഭ്യുദയങ്ങൾ വന്നെത്തുന്നതാണ്. തൊഴിൽ മേഖലയിൽ വളർച്ച വളരെയധികം പ്രകടമാകും. സംരംഭം ചെറുതോ വലുതോ ആകട്ടെ ആദായം വളരെയധികം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ അർഹിക്കുന്ന ഒരു ജോലി ലഭിക്കുന്നതാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് നിങ്ങളുടെ കൃത്യനിർവഹണത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കും. പിതാവിനും തൊഴിലിൽ വളർച്ചയുടെ ഒരു കാലമാണ്. പിതൃസ്വത്തിൽ നിന്നും വരുമാനം ഉയരുന്നതാണ്. നക്ഷത്രനാഥനായ ബുധൻ ഉച്ചത്തിൽ എത്തുകയാൽ ആദ്യ ആഴ്ചയ്ക്ക് ശേഷം പാരിതോഷികം, യശസ്, പലതരം നേട്ടങ്ങൾ എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം. ബന്ധുജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ പല നിലയ്ക്കും നിങ്ങൾക്ക് പ്രയോജനകരമായി തീരുന്നതാണ്. ഗാർഹികമായി വളരെയധികം സന്തോഷവും സമാധാനവും പുലരുകയും ചെയ്യും. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. മൂലം നക്ഷത്രക്കാർക്ക് സമയബന്ധിതമായി പല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പ്രവൃത്തി വെറും യാന്ത്രികമാവാതെ ബുദ്ധി ചൊലുത്തിയാകും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിർവഹിക്കുവാൻ സാധിക്കുക. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പദവികളിൽ ഉയർച്ച വന്നെത്തുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങളുടെ വളരെയധികം വിജയകരമാകും. സംഘടനാ കാര്യങ്ങളിൽ എല്ലാ രീതിയിലും അധിഷ്ഠിത തുടരുന്നതാണ്. കുടുംബാംഗങ്ങളെല്ലാം ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നടത്തിക്കൊടുക്കുവാനും സാധിക്കുന്നതാണ്. വൃദ്ധജനങ്ങളുടെ അനുഗ്രഹ ആശിസ്സുകൾ കൈവരുന്നതാണ്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയരുകയും നറുക്കെടുപ്പ്, ചിട്ടി, ലോട്ടറി, ഇൻഷുറൻസ് ഇത്യാദികളിലൂടെ സാമ്പത്തിക ലാഭം വന്നെത്തും. ഭോഗസുഖം, വിരുന്നുകൾ, വിനോദസഞ്ചാരം എന്നിവയെല്ലാം നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് കർമ്മരംഗം വിപുലീകരിക്കുവാനും കഠിനാധ്വാനം കൂടാതെ തന്നെ പല കാര്യങ്ങളും നേടുവാനും കഴിയുന്നതാണ്. ലക്ഷ്യനിർവഹണം വേണ്ടപ്പെട്ടവരുമായി ആഘോഷിക്കും. പലരുടെയും അഭിനന്ദനവും ഒപ്പം സാമൂഹികമായ അംഗീകാരവും നേടുവാൻ സാധിക്കും. നല്ല ഉദ്ദേശത്തോടെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാനും സെമിനാറുകൾ, മോട്ടിവേഷൻ ക്ലാസുകൾ ഇവ സംഘടിപ്പിക്കുവാനും സാധിക്കുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം ധനനേട്ടമാണ് നിങ്ങൾക്ക് വന്നെത്തുക. നിങ്ങളുടെ കുടുംബബന്ധത്തിലെ എല്ലാവിധ വിള്ളലുകളും പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച കൈക്കൊള്ളും. 2 സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ദമ്പതികൾക്ക് ഒരിടത്തേക്ക് മാറുവാൻ കാലതാമസമുണ്ടാകും. പ്രണയിക്കുന്ന ആളുകൾക്ക്
നിരാശയും പിന്നീട് സന്തോഷവും ഭവിക്കുന്ന ഒരു സമയമാണ്. വില കൂടിയ ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് സാമഗ്രികൾ എന്നിവയെല്ലാം വാങ്ങും. കുടുംബത്തിലെ വൃദ്ധജനങ്ങളെ കാണുവാനുള്ള അവസരവും സിദ്ധിക്കുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ധനു രാശിക്കാരായ ആളുകൾക്ക് കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്ന ആദ്യത്തിൻ്റെ അനുകൂലത വളരെയധികം സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഔദ്യോഗികമായ പ്രവർത്തന മികവ് പുറത്തെടുക്കും. മകര രാശിക്കാർക്ക് ചൊവ്വയുടെ ഇഷ്ടഭാവസ്ഥിതിയിൽ ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ സംജാതമാകും. തടസ്സപ്പെട്ട ഗൃഹനിർമ്മാണം പുരോഗതിയിലേക്ക് നീങ്ങും. പൊതുവെ ആരോഗ്യപരമായ സ്വസ്ഥത കൈവരിക്കുവാനും കിടപ്പു രോഗികൾക്ക് ചികിത്സയിൽ മാറ്റവും ഗുണകരവുമായി ഭവിക്കുന്നതാണ്. കൃത്യമായ ആസൂത്രണങ്ങളിലൂടെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാൻ സാധിക്കും. ചെലവുകൾ അല്പം വർദ്ധിക്കുമെങ്കിലും സാമ്പത്തികമായി വളരെയധികം മെച്ചപ്പെട്ട ഒരു സമയമാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. ആത്മീയമായ സാധനങ്ങൾക്കും സമയം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഭാവനയും ക്രിയാകുലശതയും ഒരുമിക്കുകയാൽ കർമ്മമണ്ഡലങ്ങളിൽ ശോഭിക്കുവാൻ സാധിക്കും. വരും വരായികകളെല്ലാം ആലോചിച്ച് പ്രവർത്തിക്കുവാനും കഴിയുന്നതാണ്. ഭാവിയെ സംബന്ധിച്ച് നല്ല തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളും. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുവാനും അവ ജീവിതത്തിൽ പകർത്തുവാനും സാധിക്കുന്നതാണ്. ബന്ധുക്കളുടെ തർക്കങ്ങൾക്ക് പോംവഴി നിർദ്ദേശിക്കുക മാത്രമല്ല പരിഹരിക്കുവാനും മുൻകൈയെടുക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ പിന്തുണ എല്ലാ രീതിയിലും പ്രതീക്ഷിക്കാവുന്നതാണ്. പല വട്ടം ശ്രമിച്ചിട്ടും നടക്കാത്ത വസ്തുവിൻ്റെ വിൽപ്പന സുഗമമായി നടന്നു കിട്ടും. പൊതുജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരല്പം കൂടി കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. കുടുംബസമേതം തീർത്ഥാടനത്തിന് അവസരം സിദ്ധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത അനിവാര്യമായ ഒരു സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് വ്യക്തിപരമായും ഔദ്യോഗികപരമായും സമ്മിശ്രമായ ഫലങ്ങളാണ് വന്നെത്തുന്നത്. കൃത്യനിർവഹണത്തിൽ വളരെയധികം ഉദാസീനത വരുവാനിടയുണ്ട്. പകരം ചുമതലയേറ്റ ആളുകൾ അലസരാകുകയാൽ ആ കുറ്റം നിങ്ങൾക്ക് വന്നെത്തും. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. പിതാവിന് ഏതെങ്കിലും കാരണങ്ങളാൽ മാനസിക സമ്മർദ്ദം ഉണ്ടോ എന്ന് നോക്കുന്നതും ഗുണകരമായി തീരും. ജാമ്യം നിൽക്കുന്നത് കരുതലോടെ വേണ്ടിവരും. കൂട്ടുകെട്ടുകളിൽ ചില ക്ലേശങ്ങൾ വരുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കാലതാമസങ്ങൾ അനുഭവപ്പെടും. ഗവേഷണത്തിൽ പുരോഗതി ഉണ്ടാകും. പ്രബന്ധ സമർപ്പണം വിജയകരമായി ഭവിക്കും. അഭിഭാഷക വൃത്തി, ബാങ്കിംഗ്, ഗണിതം, അധ്യാപനം, മാധ്യമം, ഏജൻസി മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടുതൽ നേട്ടങ്ങളും ധനലാഭവും വന്നെത്തുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ചതയം നക്ഷത്രക്കാർക്ക് മാസപകുതി വരെ ശനി രണ്ടാം നക്ഷത്രത്തിലും തുടർന്ന് ജന്മ നക്ഷത്രത്തിലും വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. അതിനാൽ സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരുന്നതാണ്. പല കാര്യങ്ങളും അല്പം പതുക്കെയാകും. ഈ കാരണത്താൽ വിഷാദ ചിന്തകൾ ഉയരുന്നതാണ്. ആരംഭിച്ച കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിൽ വളരെയധികം തടസ്സങ്ങൾ വരുവാൻ ഇടയുണ്ട്. സഹായ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടില്ല. കരാർ ജോലികൾ, കമ്മീഷൻ വ്യാപാരം, ദിവസം വേതന ജോലി എന്നിവയെല്ലാം മാറ്റമില്ലാതെ തുടരുന്നതാണ്. ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ അനുകൂലമായ ഒരു സമയമല്ല. നിങ്ങളുടെ ബന്ധുക്കളുടെ സഹകരണം വളരെയധികം ഗുണകരമായി തീരും. വായ്പാ തിരിച്ചടവുകൾ ഭാഗികമായി കൊടുക്കുവാനും തീർത്ഥാടന യാത്ര, ദൈവീക വഴിപാടുകൾക്ക് ഇവയ്ക്കെല്ലാം നിങ്ങൾക്ക് സമയം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്രത്തിൽ കന്നി 17 വരെ വക്രശനി തുടരുന്നതിനാൽ ജാഗ്രത അനിവാര്യമാണ്. വ്യത്യസ്തമായ ആശയങ്ങളുമായുള്ളവരുമായി ഇണങ്ങിപ്പോകും. വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെ ശക്തമായി എതിരിടുവാൻ സാധിക്കും. സഹായ അഭ്യർത്ഥന നിരസിച്ചതിനാൽ സ്വജനങ്ങളുടെ ശത്രുതയ്ക്ക് പാത്രമാകുകയും ചെയ്യും. ജന്മനാട്ടിൽ കഴിയുന്നവർ അവധി നീട്ടിക്കിട്ടുന്നതിന് അപേക്ഷ നൽകും. കർമ്മ മേഖലയിൽ അധ്വാനം വളരെയധികം വേണ്ടിവരുന്നതാണ്. എന്നാലും നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഒരു ഫലം കിട്ടണമെന്നില്ല. കുംഭം രാശിക്കാർക്ക് അഷ്ടമരവി ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കും. മീനം രാശിക്കാർക്ക് സപ്തമരവി ദാമ്പത്തിക ക്ലേശങ്ങൾക്ക് കാരണമാകുന്നതാണ്. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനുള്ള നിങ്ങളുടെ ശ്രമം വിജയിക്കില്ല. ജീവിത പങ്കാളിക്ക് നിങ്ങളിൽ നിന്നും വളരെയധികം ധന നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്.
രാഹുവും ആദിത്യനും പരസ്പരം വീക്ഷിക്കുകയാൽ അപ്രതീക്ഷിതമായ വിഘ്നങ്ങൾ ഉണ്ടാകും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കില്ല. വിദേശ യാത്രകളെല്ലാം തടസ്സപ്പെടും. ചില ആളുകളുടെ ഉപദേശം ചെവിക്കൊള്ളുന്നത് വിപത്തിന് കാരണമാകുന്നതാണ്. പ്രായോഗിക വശം ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത് വളരെയധികം പ്രശ്നങ്ങളിൽ ചെന്നെത്തിക്കും. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കായി വളരെയധികം പ്രവർത്തിക്കേണ്ടി വരും. പൂർവിക സ്വത്ത് സംബന്ധിച്ച വ്യവഹാരങ്ങൾക്ക് മുതിരുന്നത് ഇപ്പോൾ തോൽവിക്ക് കാരണമാകുന്നതാണ്. മാതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ വളരെയധികം ആവശ്യമുണ്ട്. കലാകാരന്മാർക്ക് പ്രതീക്ഷിച്ച അംഗീകാരം കൈവരുവാൻ വളരെയധികം സമയം വേണ്ടിവരും. ചെറുകിട സംരംഭങ്ങളെല്ലാം നിങ്ങളുടെ ലക്ഷ്യം കാണുകയും ന്യായമായ ധനനേട്ടം വന്നെത്തുകയും ചെയ്യുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അനുകൂലമായ ഫലം എപ്പോഴും കിട്ടിയെന്ന് വരില്ല. 4-ൽ ചൊവ്വ സഞ്ചരിക്കുകയാൽ മനക്ലേശമുണ്ടാകും. വിഷാദ ചിന്തകൾ കഴിവതും ഒഴിവാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് വിഷമസന്ധിയാണ്. മാസാദ്യം തുടർന്ന് മാറ്റങ്ങൾ വന്നെത്തുന്നതാണ്. സാമ്പത്തിക നിക്ഷേപങ്ങളിൽ വിദഗ്ധമായ ഉപദേശം സ്വീകരിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ആരോഗ്യ പരിപാലനത്തിൽ ഒരു രീതിയിലും അലംഭാവമരുത്. വസ്തുതർക്കം ഉണ്ടാകുവാൻ ഇടയുണ്ട്, എന്നാൽ കോടതി കയറാതെ നോക്കുകയാകും അഭികാമ്യം. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ അനാരോഗ്യ പ്രവണതകളെ ചോദ്യം ചെയ്യും. കുടുംബത്തിലെ പിതൃപുത്രബന്ധം ഇണങ്ങിയും പിണങ്ങിയും തുടരുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖങ്ങളിൽ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും വന്നെത്തുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നുചേരട്ടെ.